നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, ഇതെല്ലാം കണക്റ്റ് ചെയ്ത് ഫിനാൻസ്, കരിയർ, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ഇതെല്ലാം കണക്റ്റ് ചെയ്താണ് നമ്മൾ ഓരോ യൂണിവേഴ്സൽ മെസ്സേജും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങളുടെ പ്രസൻസ് ഈ റീഡിങ്സിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കുകയുള്ളൂ, നല്ലൊരു ഗൈഡൻസ് ലഭിക്കുകയുള്ളൂ. കൂടാതെ തന്നെ അഫർമേഷൻസ് എഴുതണം, റൈറ്റ് ഹീലിംഗ് ചെയ്യണം. നമ്മുടെ മനസ്സിലെ പെയിൻ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് നേരിടേണ്ടി വന്നിരിക്കുന്ന ചില ട്രോമാസുകൾ, അത് നമ്മളുടെ ചൈൽഡ്ഹുഡ് കാലഘട്ടം മുതൽക്ക് നിങ്ങളുടെ ഏത് വയസ്സ് മുതലാണോ നിങ്ങളുടെ മനസ്സിൽ വിഷമ രൂപത്തിൽ, അതായത് എപ്പോഴും ഒരു എന്താ പറയുക, ഓർക്കുമ്പോൾ നമുക്ക് എനർജി ലോസ് ആവുന്ന, നമ്മൾ തളർന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സിന് ബ്ലോക്ക് വരുത്തുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി കത്തിച്ച് കളയണം. അത് ഏതെല്ലാം വ്യക്തികളിൽ നിന്നാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത് അവരുടെ പേര് പറഞ്ഞ് ഒരു പക്ഷേ അവരോട് സംസാരിക്കുന്ന പോലെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു മധ്യസ്ഥത ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ എഴുതി കത്തിച്ച് കളയുക. അതല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യും പോലെ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതി സംസാരിക്കും പോലെ പറഞ്ഞ്, അതായത് ഒരു ഇതാണ് കേട്ടോ, ഒരു കൗൺസിലിംഗ് ആണ് നിങ്ങളത് ചെയ്യുന്ന കാര്യം. നിങ്ങൾ ഹീലാവുക. നമ്മൾ മറ്റൊരാളെ സമീപിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിലിരിക്കുന്ന പേപ്പറും പേനയും തന്നെയാട്ടോ നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു കൗൺസിലർ എന്ന് പറയാൻ പറ്റുന്നത്. കാരണം നമ്മളത് എഴുതി കത്തിച്ച് കളയുന്നതോടുകൂടി അത് ആ പ്രപഞ്ചം അതങ്ങ് ഏറ്റെടുക്കും. പിന്നെ അതിനകത്ത് കർമ്മ നടത്തേണ്ടത് പ്രപഞ്ചത്തിൻ്റെ തീരുമാനമാണ്. അത് നമ്മളെ പെയിൻ അനുഭവിപ്പിച്ച, നമ്മളെ തളർത്തി കളഞ്ഞവർക്ക് നെഗറ്റീവാണോ പോസിറ്റീവാണോ അത് കർമ്മയായിട്ട് അങ്ങ് വിട്ട് കളയുക. നമ്മൾ ഒരിക്കലും ആരെയും ശിക്ഷിക്കാനോ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാനോ ഒന്നും പോകരുത്. ചിലർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടും, ഇന്ന പ്രശ്നങ്ങൾ എനിക്ക് സൃഷ്ടിച്ച ഇവർക്ക് കർമ്മ കിട്ടില്ലേ, ഇവർ സന്തോഷമായിട്ടാണല്ലോ അവർ ജീവിക്കുന്നത്, അപ്പോൾ എന്താണ് അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, മറ്റൊരാളുടെ വീഴ്ചയെ നമ്മൾ നോക്കിയിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നിങ്ങൾക്ക് വീഴ്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം നിങ്ങളാണ് അവിടെ നെഗറ്റീവ് എനർജിയെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അവരവിടെ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ തിരിച്ച് അവർക്ക് നല്ലത് വരാനും അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും ഹാപ്പിനെസ് ലഭിക്കുന്നതിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് ചിന്തിച്ച് നിങ്ങൾ എവിടെ വിട്ടുകളയുന്നു, നിങ്ങൾ എന്ത് സംഭവങ്ങളെ എവിടെ വിട്ടുകളയുന്നോ അവിടെ വെച്ച് പ്രപഞ്ചം ഏറ്റെടുക്കും. അത് അതിൻ്റേതായ രീതിയിൽ അർഹമാകുന്ന ശിക്ഷ അവർക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ ലഭിക്കും, തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തും. അതൊക്കെ അത് അതിൻ്റേതായ രീതിയിൽ പൊക്കോളും. നമ്മൾ ആരെയും വിധിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള തോട്ട്സ് ഉള്ളവർ ഈ നിമിഷം തന്നെ അത് മറന്നു കളയുക, വിട്ട് കളയുക കേട്ടോ. മറ്റൊരാൾക്ക് കർമ്മ കിട്ടുന്ന നോക്കിയിരിക്കും തോറും നിങ്ങളിലാണ് ആ നെഗറ്റിവിറ്റി നിൽക്കുന്നത്, അവരിലല്ല. നിങ്ങൾ ഹീലാവുന്നിടത്താണ് കർമ്മ പ്രവർത്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നല്ലൊരു ഗൈഡൻസ് കണ്ടെത്തുക കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അഫർമേഷൻസ് മറക്കരുത്. മണി അഫർമേഷൻസിന് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. 108 തവണ എല്ലാ ദിവസവും പറഞ്ഞാൽ അത്രയും നല്ലതാണ്. വരാഹി മന്ത്രവും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബ്ലോക്കേജുകളും ശത്രുദോഷവും നെഗറ്റീവ് പ്രസൻസും നിങ്ങളിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തി നിങ്ങളെ പൂർവാധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. വജ്രകോശം എന്ന എനർജിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതൊരിക്കലും ഒരു ദോഷമല്ല, ഒരു പ്രാർത്ഥനയായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ഒരു കാര്യത്തിലേക്കും അന്ധമായിട്ട് ഇറങ്ങി പോകരുത്. എപ്പോഴും എല്ലാ കാര്യങ്ങളിലും, ബന്ധങ്ങളിലായിക്കോട്ടെ, സാഹചര്യങ്ങളിലായിക്കോട്ടെ, വിശ്വാസങ്ങളിലായിക്കോട്ടെ, എവിടെയും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക കേട്ടോ.
നമുക്ക് എനർജിയിൽ നിന്നൊക്കെ നോക്കാം. എന്താ ഫുൾ കാർഡിൻ്റെ എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ആരംഭമാണ്, ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസം തന്നെയായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള പണ്ടക്കെട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. പണ്ടക്കെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ കയ്യിലുള്ള മറ്റു കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ടതൊക്കെ നിങ്ങളിങ്ങനെ പിശുക്കി വെക്കുന്ന ക്യാരക്ടർ, ഒതുക്കി പിടിക്കുന്ന ക്യാരക്ടർ ഒരിക്കലും ഉണ്ടാകരുത് കേട്ടോ. ചിലരെ സംബന്ധിച്ച് പൈസ കിട്ടിക്കഴിയുമ്പോൾ അതിങ്ങനെ ചുരുട്ടി ഒതുക്കി വെക്കും, 10 രൂപ ചിലവാക്കാതെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സാമ്പത്തികമെന്ന് പറയുന്നത് ഒഴുകി ഇങ്ങനെ, അത് എപ്പോഴും ഇങ്ങനെ ആ ഒരു ട്രാൻസാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അതൊരു എനർജിയാണ്. അതൊരിക്കലും നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കരുത്. പിടിച്ചാൽ പിന്നെ അത് നമ്മളിലേക്ക് വരികയുമില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുകയുമില്ല. അപ്പോൾ സാമ്പത്തികം വരുമ്പം അപ്പം തന്നെ അതിൻ്റേതായ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, എങ്കിൽ മാത്രമേ നമ്മളിലേക്ക് സാമ്പത്തികം പിന്നെയും വരുവുള്ളൂ. അത് ഒരു സേവിങ്സ് ആയിക്കോട്ടെ, വേഗം തന്നെ അതിലേക്ക് ഇട്ടുകൊള്ളുക. ഇനി ഒരു ചിട്ടി ഉണ്ടെങ്കിൽ ആ ചിട്ടിയിലേക്ക് അപ്പം തന്നെ അടച്ചോളുക. ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അപ്പം തന്നെ കൊടുത്തോളുക. എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അത് അപ്പം തന്നെ വാങ്ങിക്കൊള്ളുക. അത് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കരുത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലൈഫിലൊരു പുതിയ തുടക്കത്തിൻ്റെതാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നല്ലൊരു മാറ്റത്തിൻ്റെ ദിവസമാണ്, ബ്ലെസ്സിങ്സിൻ്റെ ദിവസമാണ്. നിങ്ങൾക്ക് നല്ല ഒരു സപ്പോർട്ടിങ്, നല്ലൊരു കൂട്ടുകാരനാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിവൈൻ്റെ സപ്പോർട്ടാവാം. നല്ലൊരു ഗൈഡ് എനർജി നിങ്ങളിലുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ മനസ്സ് വളരെ നിഷ്കളങ്കമാണ്. നിങ്ങൾ പുറമേ കുറച്ച് പുറംപൂച്ചൊക്കെ കാണിക്കുന്നുവെങ്കിലും നിങ്ങളെ ആർക്കും പറ്റിക്കാം, ആർക്കും നിങ്ങളെ മിസ്യൂസ് ചെയ്യാം. കാരണം നിങ്ങളെല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ക്യാരക്ടറിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് എപ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഗൈഡൻസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. മാത്രവുമല്ല മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ജീവിതത്തിൽ പുതിയൊരു മാറ്റത്തിലേക്ക്, പുതിയൊരു പേഴ്സണാലിറ്റിയിലേക്ക്, അതായത് സീറോയിൽ നിന്നും ഒരു സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഇന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. മാത്രവുമല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികളാണ്. ഒരുപക്ഷെ നിങ്ങൾ പൊളിറ്റിക്സിലൊക്കെ നല്ലപോലെ എന്താ പറയുക, ശ്രദ്ധ കൊടുത്ത് നടക്കുന്നവരായിരിക്കും. ഒരു നേതൃപാടവത്തിനുള്ള യോഗ്യത ഉള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരിയർ പാതയിലാണെങ്കിലും നല്ലൊരു പൊസിഷനിൽ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാവുന്ന ഒരു പൊസിഷൻ, അതുപോലത്തെ ഒരു തൊഴിൽ മേഖലയിലും നിൽക്കുന്ന വ്യക്തികളെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ മികവും നിങ്ങളിലുള്ള എല്ലാ ഗുണങ്ങളും ഇന്നു മുതൽ നിങ്ങൾക്ക് പ്രയോഗിക്കേണ്ടി വരുന്നു. ഒന്നും അടച്ചുപൂട്ടി വെക്കാൻ പറ്റുകയില്ല, നിങ്ങളെല്ലാം പ്രയോഗിക്കേണ്ടി വരുന്നു. നല്ല ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് മറ്റാരുടെയൊക്കെയോ പ്രസൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിശ്വസ്തമാകുന്ന ചില ആളുകളുടെ കൂട്ടുകെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്കിവിടെ കാണുന്ന ഒരു ഗാർഡിയൻ പ്രസൻസ് തന്നെയാണ്, നല്ലൊരു പൊസിഷനാണ്. നിങ്ങൾക്ക് ജോലി കയറ്റമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, സ്ഥാനമാറ്റമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള സമയമായി കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നത്. ഗാർഡിയൻ എനർജിയിലൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. അതായത് ഫാമിലി പരമായിട്ടൊക്കെ ഉള്ളവരാകുമ്പം ആ ഒരു എനർജിയിൽ മക്കളുടെ കാര്യത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധ കൊടുക്കണം. നിങ്ങളുടെ ചില സ്വപ്നങ്ങളൊക്കെ റിയാലിറ്റി ആവാൻ പോകുന്നു. കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന, ചിലപ്പോൾ ഒരു ഭവനം വാങ്ങുന്നതാവാം, സ്ഥലം വാങ്ങുന്നതാവാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ ആഗ്രഹിച്ചതാവാം, ചിലപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ് സംരംഭം തന്നെ ആവാം. അതൊക്കെ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. എംബറസ് എനർജിയാണ് കേട്ടോ. ഒരു മൂൺ എനർജിയിൽ നിന്നും ഒരു ഫുൾ എനർജിയിൽ നിന്നും ഒരു തുടക്കത്തിൽ നിന്നും നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ഒരു വലിയ സക്സസ്സിലേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചുള്ള പരീക്ഷണ കാലഘട്ടമൊന്നുമില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇനി പരീക്ഷണ കാലഘട്ടം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അബണ്ടൻസിൻ്റെ സമയമാണ്. ഒരു ശുക്രൻ്റെ സമയമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കുറേ ആളുകൾക്ക് കേട്ടോ. ശുക്രദശയുടെയൊക്കെ ഒരു, അല്ലെങ്കിൽ ഏത് എനർജിയിലാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് നല്ല കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു യോഗം വരുന്നുണ്ട്. ബ്ലെസ്സിങ്സ്, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റോട് കൂടി കാണുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, ഉരുത്തിരിഞ്ഞ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഒരു സമൃദ്ധി ആയിരിക്കും കേട്ടോ ഇനി കുറേ കാലത്തേക്ക്.
എന്താ പറയുക, ഒരു ആദരിക്കപ്പെടാൻ പറ്റുന്ന, റെസ്പെക്റ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ 3യുടെ എനർജിയാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. നല്ലൊരു ഗുരുസ്ഥാനീയനാവാൻ, അതായത് മറ്റുള്ളവർക്കൊരു ഉപദേശം കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിൽ, അതായത് നിങ്ങളുടെ നാവിൽ സരസ്വതി കളിയാടുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ ആ ഒരു സാഹചര്യമൊക്കെ മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പറയുന്നതെല്ലാം ഫലം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. ശരിക്കും ഒരു അബണ്ടൻസിലേക്ക് മാറുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് പെയിൻ അനുഭവിച്ച വ്യക്തികളാവാം. നിങ്ങളെ ആരെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷിച്ച ചില ഇടങ്ങളിൽ നിങ്ങൾ വേദനയോടുകൂടി ഇറങ്ങിപ്പോകേണ്ടി വന്ന, അല്ലെങ്കിൽ വേദനിച്ച് നിൽക്കേണ്ടി വന്ന ഒരു ഇമോഷണലി നിങ്ങൾ ശരിക്കും മറ്റുള്ളവർ ചൂസ് ചെയ്തൊരു എനർജി കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെല്ലുവിളി, ഒരുപാട് ഹാർട്ട് പെയിൻ അനുഭവിച്ച് നടന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ മാനസിക വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു മരണതുല്യമാകുന്ന തരത്തിൽ ഒരു ചതി നിങ്ങളിലേക്ക് മറ്റാർക്കോ പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപക്ഷെ ഒന്നിൽ അധികം വ്യക്തികളാവാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ചൊരു വ്യക്തിയിൽ നിന്നാവാം. ശരിക്കും നിങ്ങളെ മുറിവേൽപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് നിങ്ങൾ ആ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറുന്നതായിട്ട് കാണുന്നു. ചിലരെ സംബന്ധിച്ച് നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഉടനെ പോവാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു മാറ്റമാണ്, നിങ്ങളുടെ ജീവിതം മാറുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയുക, 6 ഓഫ് സോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട് കേട്ടോ. ലൈഫിലൊരു പുതിയ മാറ്റം, പുതിയ തുടക്കം. ഒരു പക്ഷേ ചിലരൊക്കെ ഫാമിലി ആയിട്ട് നിങ്ങൾ സ്ഥലവും വീടും ഒക്കെ മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ്, എപ്പോഴും ഒരു ഫൈറ്റിംഗ് എനർജി ആണെങ്കിൽ നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറിയേക്കാം, ഇവിടുന്ന് ചേഞ്ച് ആവാമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ പോസിറ്റീവാണ് കേട്ടോ. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങളോടൊപ്പം കുറച്ച് കാലവും കൂടി, പക്ഷേ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കമായിരിക്കും. ഇപ്പം നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നും മറ്റൊരിടത്തേക്കൊന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ, ഒരു പക്ഷേ വീട് മാറുന്നതോ ജോലി സംബന്ധമായ ഒരു ചേഞ്ചിങ്ങോ മറ്റെല്ലാ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒന്ന് അകന്ന് നിൽക്കാമെന്ന് ചിന്തിക്കുന്നതോ എന്ത് കാര്യമായാലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പം നിൽക്കുന്നിടത്ത് നിന്നും മാറണം, കുറച്ചൊന്ന് ലോങ് എനർജിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ. കുറച്ച് നാളും കൂടി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും കുറച്ച് സങ്കടവും നിരാശയും ഇമോഷണൽ പെയിനൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഒരിടത്ത് നിന്നിട്ട് പെട്ടെന്ന് ചേഞ്ച് ആകുമ്പം, പക്ഷേ നിങ്ങൾക്കത് വലിയൊരു മാറ്റത്തിൻ്റെ, നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് അത് ഗുണകരമാണ് കേട്ടോ. അങ്ങനെ ഒരു ആശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാം. അതുപോലെ നിങ്ങളുടെ ലൈഫിലൊരു കാലം ചേഞ്ചിങ് ആകുന്നു, സമയം മാറുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടതിനെ എടുക്കാനും വേണ്ടാത്തതിനെ ഉപേക്ഷിക്കേണ്ടതുമായ ഒരു സമയമാണ് കേട്ടോ. ഒരു ചെറിയ സ്റ്റക്നെസ്, ഒരു സ്തംഭനാവസ്ഥ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒന്ന് ഇന്നത്തെ ദിവസം ഒരു പക്ഷേ സാമ്പത്തികപരമായ കാര്യത്തിനാവാം, അതല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിലാവാം. ഇന്ന് ചെറിയ രീതിയിലൊരു സ്തംഭനാവസ്ഥ ഉണ്ടാവും കേട്ടോ. ഒരു അൺസാറ്റിസ്ഫൈഡ് ആയ ഒരു ഫീലിങ്സ് ഇന്ന് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ട്രാപ്പിലായി പോയോ, ചതിക്കപ്പെട്ടോ എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് ഇന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ചെറിയൊരു മോശം സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളൊന്ന് അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ അത് സമയത്തിൻ്റെയാണ് കേട്ടോ, കാലത്തിൻ്റെ ഒരു എനർജിയാണ്. അതൊരു വിധിയിൽപ്പെട്ടതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം കുറച്ച് വിഷമം നേരിടേണ്ടി വരുന്നുണ്ട്. അത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. 9 ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് അത് കണക്റ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും കുറച്ചൊരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കാനും ഒരു മടുപ്പ് തോന്നാനും ചിലപ്പോൾ ഒന്ന് വിധിയെ പഴിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസും ഇന്ന് ലൈഫിൽ കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. പെട്ടുപോയോ എന്നുള്ളൊരു തോട്ട്സ് മനസ്സിൽ വരും. അതായത് ഒരു നീതി ലഭിക്കുന്നില്ലേ, എനിക്ക് നീതിക്ക് അർഹതയില്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നിങ്ങൾ പുതിയത് തുടങ്ങി വയ്ക്കുമ്പം ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങളോട് എതിർപ്പ് പറഞ്ഞൊരു കാര്യം നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫാമിലി പരമായിട്ടോ അതല്ലെങ്കിൽ നമുക്കിപ്പം പൗരോഹിത്യ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരു ജ്യോതിഷികളോ അല്ലെങ്കിൽ നമ്മളുടെ മതവിശ്വാസ പ്രകാരമുള്ള ആരെങ്കിലും അരുതെന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ തുടങ്ങി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാവുള്ളൂ. കാരണം അത് കുറച്ചൊരു പ്രോബ്ലംസ്, ഒരു സ്ട്രെസ് എനർജിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ.
കുറച്ചൊന്ന് ഉറക്കം കെടുത്തി കളയാൻ, അല്ലെങ്കിൽ കുറച്ച് മാനസിക വിഷമം അനുഭവിക്കാൻ, ഒന്ന് പുറത്ത് കടക്കാൻ കുറച്ചൊന്ന് വിമിഷ്ടപ്പെടേണ്ടി വരും. അപ്പം ഒരു പക്ഷേ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റി വെച്ചാലും മതി. നമുക്ക് സമയം ചേഞ്ച് ആവുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇന്നത്തെ ദിവസം പോലെ ആയിരിക്കില്ല നാളത്തെ ദിവസം. നമുക്ക് നമ്മുടെ ആ ഒരു സാഹചര്യം മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും കേട്ടോ. എടുത്തുചാട്ടം വേണ്ട എന്ന് പറഞ്ഞിന്ന് പുതിയ തുടക്കമെന്ന് പറയുന്നതും കുറേ ആളുകൾക്ക് നല്ലതാണ്. അപ്പോൾ അതനുസരിച്ച് മനസ്സിലാക്കി മാത്രം പ്രവർത്തിക്കുക കേട്ടോ. ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കരിയർ മേഖലയിലൊക്കെ ഇച്ചിരി സ്ട്രോങ് ആവേണ്ട സമയമായി കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ കരിയർ മേഖലയിലൊക്കെ ഒരു എന്താ പറയുക, കുറച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, എല്ലാവരോടും കൂടുതലായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്നത് നിങ്ങൾക്ക് വാല്യൂ ഇല്ലാതെ വരുന്നൊരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പം കരിയർ മേഖലകളിലൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നല്ല രീതിയിൽ ഒരു അഡ്വൈസൊക്കെ തേടി കാര്യങ്ങളെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നൊക്കെയുള്ളൊരു എനർജി വന്നിട്ടുണ്ട്. മൂൺ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം. കുറച്ച് സങ്കടപ്പെടേണ്ട അല്ലെങ്കിൽ സങ്കടം തോന്നിക്കുന്ന ചില സിറ്റുവേഷൻസുകൾ ലൈഫിൽ ഉണ്ടാവാൻ കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്താനോ ഒന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനോ ഒക്കെ ഒരു ഇട വരുന്നുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ അതൊക്കെ ഒരു ഇച്ചിരി വിഷമം, ഒരു സങ്കടം, ഒരു കാർമിക് സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. കുറച്ചൊന്ന് മാനസിക വിഷമം പോസിറ്റീവ് ആണ് എങ്കിൽ പോലും അതിനകത്തൊരു ചെറിയ നെഗറ്റിവിറ്റി വരുന്നുണ്ട് കേട്ടോ. അത് ഫിനാൻഷ്യലി കണക്റ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലംസ് ആണ് കാണുന്നത്. ഒരു പക്ഷേ എവിടെയെങ്കിലും സാമ്പത്തികം ചോദിക്കുകയോ കൊടുക്കുകയൊക്കെ ചെയ്യാൻ ഉള്ളെടുത്ത് വന്നിരിക്കുന്ന ചെറിയൊരു പ്രോബ്ലംസ് ആണ് കാണുന്നത്, ഒരു തടസ്സം. അതിനെ സംബന്ധിച്ച് കുറച്ച് നിരാശപ്പെടേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 7 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സാമ്പത്തികപരമാകുന്ന ഇടപാടുകൾ ഇന്ന് വളരെ ശ്രദ്ധിക്കുക കേട്ടോ. അത് കൊടുക്കലാണെങ്കിലും വാങ്ങലാണെങ്കിലും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നിടത്തൊരു റിസ്ക്കും ഒരു ചീറ്റിങ്ങും കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി കൈകാര്യം ചെയ്യുന്നതും ഹെൽത്ത് ബേസും ഇന്ന് വളരെ ശ്രദ്ധിക്കുക കേട്ടോ. ഫിനാൻഷ്യലിയും അത്ര നല്ലതായിട്ട് കാണുന്നില്ല, ഹെൽത്തിന് പരമായിട്ടും കാണുന്നില്ല. അപ്പം കൊടുക്കലിലും വാങ്ങലിലും എല്ലാം ഒരു ശ്രദ്ധ കൊടുക്കുക. എല്ലാം ലീഗലി ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുക. ഒരു പക്ഷേ കൊടുക്കേണ്ടതൊക്കെ ഇന്നൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക കേട്ടോ നാളത്തേക്ക്. അതായത് കടം കൊടുക്കേണ്ടതല്ല, നമ്മൾ വായ്പയോ മറ്റുമൊക്കെ ചോദിക്കുന്നത് കൊടുക്കുന്നിടത്തൊന്ന് ശ്രദ്ധ കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇമോഷണലി ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഇന്ന് ഉണ്ടാവാൻ സാധ്യത കാണിക്കുന്നുണ്ട്. ഒരു ജസ്റ്റിസ്, ഒരു എന്താ പറയുക, ഒരു കർമ്മ നേരിടുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. ശരിക്കും കുറച്ച് പ്രാർത്ഥന വേണം, കുറച്ച് ശ്രദ്ധ വേണം, ഒന്ന് സൈലൻ്റ് ആവണം, എല്ലായിടത്തു നിന്നും ഒന്ന് വിട്ടു നിൽക്കണം. വാക്ക് തർക്കങ്ങൾക്കോ ഫൈറ്റിങ്ങിനോ മത്സര ബുദ്ധിയോട് കൂടിയോ ഒന്നും ഒരിടത്തേക്കും ഇന്നത്തെ ദിവസം കണക്റ്റ് ചെയ്യേണ്ട. ഇന്ന് സൈലൻ്റ് ആയിട്ട് എന്താ പറയുക, ഇച്ചിരി മൗനമായിട്ട് അങ്ങ് കടന്നു പൊയ്ക്കോളൂ കേട്ടോ. ഒന്നിലും ഒരുപാട് കൈ കടത്താനോ തലയിടാനോ ഒന്നും പോകണ്ട. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അതങ്ങ് കടന്നു പോയിക്കോളും. അതുപോലെ തന്നെ സെലിബ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഫാമിലി മാര്യേജ് എനർജിക്കൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ സമയം തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. സമയം മാറി വരുന്നുണ്ട്. അത് നിങ്ങളുടെ ഫാമിലിക്കുള്ളിലായാലും നിങ്ങൾക്കായാലും ഒരു ഫാമിലി ലൈഫിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നവർക്ക് ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും ഒരു ചേഞ്ചിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹ യോഗം തെളിഞ്ഞു വരുന്നുണ്ട് കുറേ ആളുകൾക്ക് കേട്ടോ. അതുപോലെ ഗെറ്റ് മോർ ഇൻഫർമേഷൻസ് എന്ന് വന്നിട്ടുണ്ട്. കൂടുതൽ അറിയുക. പുതിയ തുടക്കങ്ങളൊക്കെ നടത്തുന്നവർ, ലീഗൽ പരമായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിലൊക്കെ ഒപ്പിടണമെന്ന് ആഗ്രഹിക്കുന്നവർ, പുതിയ എന്തെങ്കിലും പ്രോജക്റ്റൊക്കെ ചെയ്യുന്നവർ, അങ്ങനെയുള്ള കുറച്ച് ഇടപാടുകൾ, ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ചെയ്തിട്ടുള്ള ഇടപാടുകൾ, ലീഗൽ പരമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർ ഇന്നത്തെ ദിവസം വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. കണ്ണുമടച്ച് ഒപ്പിട്ട് കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒന്നും നല്ലതല്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അതുപോലെ ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി പരമാകുന്ന സാഹചര്യങ്ങൾക്ക് മാറ്റം വരുന്നു. പേരൻസായിട്ടൊക്കെ ഇച്ചിരി അകൽച്ച ഉണ്ടെങ്കിലോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ സാമ്പത്തികപരമായ കാര്യത്തിലോ ഒക്കെ കുടുംബക്കാരുമായിട്ടൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റമോ ഒരു ചെറിയ സ്വരച്ചേർച്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ
അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിൽ ഫാമിലീനെ ഒന്ന് സേഫ് ആക്കണം, ഫാമിലീനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അതിയായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇതിനകത്ത് കാണുന്നൊരു എനർജിയെ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഏത് മോശമാണേലും കുടുംബപരമായി കണക്റ്റ് ചെയ്ത് എന്ത് മോശമായ സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് ശക്തമാകുന്നൊരു ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ. വലിയൊരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങൾ എന്തെങ്കിലും സ്വപ്നത്തെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ ആക്ഷൻ എടുക്കാറായി കേട്ടോ. നിങ്ങളത് ഇത് നടക്കുമോ വേണോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ നിൽക്കരുത്. നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുത്തോളുക. നമ്മൾ വെയിറ്റ് ചെയ്യുന്തോറും ചിലത് നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോകും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിൽക്കരുത്. നിങ്ങളുടെ പാഷൻ എന്താണോ അതിനു വേണ്ടി ആക്ഷൻ എടുക്കുക കേട്ടോ. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഫൈറ്റിങ്ങോ ബ്ലോക്കേജോ ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ബ്ലോക്കൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസ് മാറി വരും, നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചിങ് വരും, സന്തോഷം വരും എന്ന് തന്നെയാണ് ഇന്നത്തെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്.